ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രബോസും ഗോപാലനെയും ശാരദയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഈ കൈപ്പത്തിയെക്കുറിച്ച് അന്വേഷിക്കുന്നതുമായ രംഗങ്ങളാണ്. അങ്ങനെ ചന്ദ്രബോസ് പറയുന്ന പന്ത് എൻ്റെ കോർട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ കണ്ടുപിടിക്കും, കളക്ടറുടെ വീടാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് തിരികെ പോകുന്നത്. ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ സത്യഭാമയെ കാണാൻ വരുന്നു. അങ്ങനെ അമ്മയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ രാഘവൻ നായർ പറയുന്നു, നീയും കുട്ടികളെല്ലാം കൂടെ ഇങ്ങോട്ട് താമസം മാറണമെന്നാണ് അമ്മ പറയുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നത് അമ്മ പറയട്ടെ, അമ്മ പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ സത്യഭാമ ഇങ്ങനെ മിണ്ടാതിരിക്കുക, എല്ലാം രാഘവൻ നായരാണെന്ന് പറയുന്നത്. സത്യഭാമ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം വിഷ്ണു പറയുകയാണ്, എന്നാൽ എനിക്കൊരു കണ്ടീഷനുണ്ട്, നമ്മൾ മാറുകയാണ്, ഞങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്നത്. അത് അമ്മ ആലോചിച്ചിട്ട് പറയാൻ പറയും. അപ്പോൾ സത്യഭാമ മറുപടിയൊന്നും കൊടുക്കത്തില്ല. സത്യഭാമ ഇങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പം വിഷ്ണുവിന് കോള് വരും. വിഷ്ണു പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയാണ്. അന്നേരം ബൈക്കിൽ കയറുന്ന സമയത്ത് ഒന്നും കൂടെ പറയാം, അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ വിഷ്ണു പോയി കഴിയുമ്പോൾ രാഘവൻ നായർ പറയും, നീ എന്താ ഇങ്ങനെ ആലോചിക്കാൻ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാതെ നല്ലതെന്ന് പറയും. അപ്പോൾ അതിന് മറുപടിയൊന്നും പറയുന്നില്ല, അകത്തേക്ക് പോകും. അപ്പോൾ പിള്ള പറയും, രാഘവൻ നായർ വിഷമിക്കേണ്ട, എന്തായാലും സത്യഭാമ സമ്മതിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. പിന്നീട് വീണ്ടും നമ്മുടെ ശാലിനി ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പം വിഷ്ണു അങ്ങോട്ടേക്ക് വരും. അപ്പോൾ വിഷ്ണു പറയും, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ പറയുന്ന ഇരിക്കാൻ പറയാം, ഇന്ന് ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സത്യഭാമയുടെ വീട്ടിൽ പോയ കാര്യങ്ങൾ, അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. അപ്പോൾ ശാലിനി പറയും, എനിക്കും തോന്നിയിട്ടുണ്ട് സത്യഭാമയുടെ മാറ്റം നന്നായിട്ട്. അങ്ങനെ സത്യഭാമ വീട്ടിൽ വന്ന് കുട്ടികൾക്ക് അടയുണ്ടാക്കി കൊടുത്ത കാര്യമൊക്കെ വിഷ്ണുവിനോട് പറയുകയാണ്. അപ്പോഴാണ് ശ്യാമ വിളിക്കുന്നത്. അപ്പോൾ ശ്യാമയോട് പറയുന്നത് പെട്ടെന്ന് തന്നെ വരാൻ പറയുന്നു. അപ്പോൾ ശ്യാമ പറയുന്നു, കുഞ്ഞേച്ചി നമുക്ക് പഴയ പോലെ നമ്മുടെ പഴയ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം നമ്മുടെ ശാലിനി പറയും, അതിൻ്റെ സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ പറയും. അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ IG-യുടെ അടുത്തും ചന്ദ്രബോസിൻ്റെ അടുത്തും നമ്മുടെ അബൂബക്കർ ചെല്ലുകയാണ്. തൻ്റെ മകനെ കൊന്നവരെ തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫോറൻസിക് റിപ്പോർട്ട് വരണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീട് കുടുംബശ്രീ ശാരദ അവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നവരൊക്കെ ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോഴാണ് കുറേ പോലീസ് ജീപ്പ് ആളുകളെല്ലാം അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ IG എല്ലാവരും വരുന്നു. അങ്ങനെ അവരെല്ലാം IG പറയുന്നു, വീടിൻ്റെ അകത്ത് കയറി നോക്കണേ, എന്താണ് കീറി മുറിക്കാനുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എല്ലാം ചെക്ക് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ ഹോട്ടലിലും റൂമിൻ്റെ അകത്തേക്ക് എല്ലാം കയറുകയാണ്. അപ്പോൾ നമ്മുടെ ഗോപാലൻ പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, ഞങ്ങളൊരു തെറ്റും ചെയ്യാതെ എന്തിനാണ് ഞങ്ങളിങ്ങനെ നാണം കെടുത്തുന്നതെന്ന് പറയും. അപ്പോൾ പറയും, നിൻ്റെ മകൻ ഒരുത്തിയെ കൊണ്ടുവന്നപ്പോൾ അവർ നാണം കെട്ടില്ല, അതൊന്നും നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ അവരെ ഇട്ട് നന്നായിട്ട് പെരുമാറുകയാണ്, ഓരോന്നൊക്കെ പറഞ്ഞ്. പിന്നീട് നമ്മുടെ ശാലിനി അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ചന്ദ്രബോസ് ഈ ഗോപാലിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ശാലിനി വിടാൻ പറയും, അവർ കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, പക്ഷെ അതുവരെ അവരുടെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ലെന്ന് പറയും. അങ്ങനെ ശാലിനി നന്നായിട്ട് ചന്ദ്രബോസിനോട് പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സത്യഭാമ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ചായയും കടിയൊക്കെ കൊടുക്കുന്നു. അങ്ങനെ സത്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ രാഘവൻ നായർക്ക് ഭയങ്കര സന്തോഷമാകുന്നു ഈ സത്യഭാമയുടെ മാറ്റം കാണുമ്പോൾ. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.